അതായത് നമുക്ക് കേന്ദ്ര വിദ്യാഭ്യാസ നിയമമുണ്ട്, RT ആക്ടുണ്ട്, കേരള എഡ്യൂക്കേഷൻ നിയമമുണ്ട്, KER ഉണ്ട്. ഈ രണ്ടിലും പറയുന്ന അനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയും. അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ ഗവൺമെൻറ് ഒന്ന് ഉത്തരവ് ഉണ്ടാവണം, അല്ലെങ്കിൽ നിയമസഭയോ പാർലമെൻറ്റോ നിയമം പാസ്സാകും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് എല്ലാ വിഭാഗത്തിനും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഗുണമേന്മ വിദ്യാഭ്യാസം എന്നുള്ള നിലയിൽ ഇപ്പം ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അത് വലിയ പിന്തുണയാണ് പൊതുജനങ്ങളിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 198 ദിവസമാണ് LP ക്ലാസ്സുകളിൽ പ്രവൃത്തി ദിനം. അത് പ്രശ്നമില്ല. ഞാൻ LP ക്ലാസ് എന്നല്ലേ പറഞ്ഞത്. UP ക്ലാസ്സിൽ 200 ദിവസം എന്നുള്ളതാണ്. അതിലും പ്രശ്നമില്ല. ഹൈസ്കൂളിൽ 220 ദിവസമാണ്. അത് ഒരു കാരണവശാലും 220 ദിവസത്തേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വരുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന 1200 മണിക്കൂർ പഠന സമയം പറയുന്നുണ്ട്. അങ്ങനെ 1200 മണിക്കൂർ പഠന സമയം പൂർത്തീകരിക്കണമെങ്കിൽ അരമണിക്കൂർ വെച്ച് 16 ദിവസം എടുക്കണം. വെള്ളിയാഴ്ച എടുത്തിട്ടേ ഇല്ല. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഞാനാണ് ആദ്യമായിട്ട് ഈ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും അനുസരിച്ച് നമുക്ക് സമയം ക്രമീകരിക്കണമെന്നുള്ള ഒരു കാര്യം വന്നത്. അന്ന് എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് ക്രമീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അതിനെ തുടർന്ന് ചർച്ച ചെയ്തിട്ടാണ് 205 ദിവസം മറ്റോ ആക്കിയത്. അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ പ്രതിഷേധം അക്കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അധ്യാപക സംഘടന പറഞ്ഞതിനോട് ഒരു കീഴടങ്ങളിൽ നിന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞങ്ങൾ സഹകരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. ഇവരുമായിട്ടുള്ളൊക്കെ സംസാരിച്ചു. പ്രതിപക്ഷ അധ്യാപക സംഘടനകളെല്ലാം കൂടെ ചേർന്ന് കോടതിയിൽ കേസ് എഴുതി. അത് കഴിഞ്ഞാൽ പിന്നെ UDF ഘടകകക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങളൊരു കമ്മീഷൻ വയ്ക്കണം. ഗവൺമെൻറ്റിനോട് പറഞ്ഞു. കമ്മീഷനെ വച്ചതിന് ശേഷം അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കട്ടെ. ആ റിപ്പോർട്ടെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന നിലവാരത്തിലുള്ള അധ്യാപക സംഘടന, വിദ്യാഭ്യാസ വിദഗ്ധന്മാർ, അക്കാഡമിഷ്യൻസ് തുടങ്ങിയവരെല്ലാം നിങ്ങൾ ചർച്ച നടത്തിയ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി 4 കമ്മിറ്റിയെ നിയോഗിച്ചു. ആ 4 പേരും വളരെ വിദഗ്ധന്മാരായിട്ടുള്ള 4 പേരാണ്. അപ്പോൾ 4 കമ്മിറ്റി ഒരു പ്രപ്പോസൽ തയ്യാറാക്കി. ആ പ്രപ്പോസൽ തയ്യാറാക്കിയതിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഇപ്പോൾ ഒരു ആവശ്യമില്ലാതെ വഷളാക്കി വളരെ സമാധാനത്തോടു കൂടിയും നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു അരിഷ്ടതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ ഈ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ കേസിന് പോവുകയും ഈ പറഞ്ഞത് കമ്മീഷൻ കഴിഞ്ഞ് 2 മാസക്കാലമായി അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്ത ശേഷം റിപ്പോർട്ട് കൊണ്ട് തന്നെങ്കിൽ പോലും നമ്മൾ പിന്നെ കുറച്ച് ദിവസം കൂടെ പോട്ടെ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അപ്പോഴാണ് കോടതി എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ, നടപ്പിലാക്കിയില്ലെങ്കിൽ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതിയിൽ വന്ന് നിൽക്കേണ്ടി. കോടതി അങ്ങനെ ഇത് ഉത്തരവിറക്കി.
ഉത്തരവ് ഇറക്കിയ ശേഷം ആരും ഒരു സംഘടനക്കാരും കൊണ്ട് പെറ്റീഷനോ എതിർപ്പോ അല്ലെങ്കിൽ വേറൊരു ബദൽ നിർദ്ദേശവും വച്ചിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഭാഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തെ തട്ടിപ്പറിക്കുക എന്നുള്ള ഒരു സമീപനം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് മതത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ജാതിയുടെ കാര്യത്തിലായിരുന്നാലും മറ്റേതെങ്കിലും വിധത്തിലുള്ള കാര്യത്തിലായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവണമെന്ന് താല്പര്യമില്ല. അപ്പോൾ ഇടയ്ക്ക് കേട്ടു ചില വിഭാഗത്തിന് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടില്ല, CM-ൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് പറയുന്നത് കേട്ടു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസമാണ്. നമ്മുടെ കുട്ടികൾ അരമണിക്കൂർ കുറച്ച് പഠിച്ചാൽ മതി എന്ന് നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകുന്നേരമാണ് ഈ സമയം കറക്റ്റ് ചെയ്ത് തരുന്നത്. ഇത് ഞങ്ങൾ കമ്മീഷൻ തീരുമാനിച്ച് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച ശേഷം നമുക്കൊരു പിടിവാശിയില്ല. പക്ഷേ കുട്ടികളുടെ ഗുണമേന്മ വിദ്യാഭ്യാസം അത് നടത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള സമയം കിട്ടേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസം. ഇതിൽ ആരും പരാതി രേഖാമൂലമായിട്ട് തന്നിട്ടില്ല. എങ്കിലും അധ്യാപക സംഘടനകളുമായും അതുപോലെ തന്നെ പരാതി പറഞ്ഞവരുമായും സംസാരിക്കാൻ തയ്യാറാണ്, തുറന്ന മനസ്സാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ആരും പറയാത്ത കാര്യമായിരിക്കും. അധ്യാപക സംഘടനയിലെ പഠിപ്പിക്കുന്ന കുട്ടികളെ അവരിതിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രമീകരിച്ച് തരട്ടെ. അധ്യാപക സംഘടനകളെല്ലാം കൂടി തന്നെ ഒരു ക്രമീകരണം ഉണ്ടാക്കി തന്നോട്ടെ. ഞങ്ങൾക്ക് സഹായകരമായിരിക്കും. അതിനും ഒരു ബുദ്ധിമുട്ടില്ല. ഇതാണ് എൻ്റെ വസ്തുത എന്ന് പറഞ്ഞാൽ.